ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണസദ്യ റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ. ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 200 ഗ്രാം വെളുത്തുള്ളി തൊലിയൊക്കെ മാറ്റിയിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ചെറിയ അല്ലിയാണെങ്കിൽ മുറിക്കേണ്ട, മുഴുവൻ ഇട്ടാലും മതിയാകും. വെളുത്തുള്ളി ഇപ്പോൾ ഒരു 1/4 ഭാഗം വഴന്ന് കിട്ടിയാൽ മതി. വെളുത്തുള്ളി ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വെളുത്തുള്ളി എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. വിനാഗിരി ചേർക്കുന്നതിന് പകരമാണ് ഞാൻ ഈ പുളി ചേർക്കുന്നത്. വിനാഗിരി ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനൊരു അല്പം കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച ശേഷം വെളുത്തുള്ളി വഴറ്റിയത് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ. അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞാലേ ഈ വെളുത്തുള്ളിയിലെല്ലാം നന്നായിട്ട് മുളകെല്ലാം പിടിച്ച് വരുള്ളൂ. അപ്പോൾ 2 ദിവസം വെളിയിൽ വെച്ചിട്ട് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് വയ്ക്കണം. അതിനുശേഷം പിന്നീട് കുറേ ദിവസം സൂക്ഷിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.